ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടി അടുത്ത സ്റ്റേജസുകളിലായിട്ട് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ ഇനിയുള്ള ഘട്ടങ്ങളിൽ എഴുതുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ NCERT വരുമോ എന്നുള്ളൊരു സംശയത്തിലുള്ള ഉത്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് SCERT തീർച്ചയായിട്ടും വേണം 10th പ്രിലിംസിന് എന്നുള്ളത് അറിയാം. അത് 5 to 10 മസ്റ്റ് ആണ്. സയൻസ് ആണെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ചില ഏരിയാസിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നാണെങ്കിലും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളും ഇവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ എക്സാം തന്നെ അതിന് ഉദാഹരണമാണ്. ബയോ റെമഡിയേഷൻ, ഓർഗാനോയിഡ് എന്ന് പറയുന്ന സംഭവമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ചില കുറച്ച് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള 100+ ഫാക്ട്സ് നമുക്ക് ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയാലേ നമുക്ക് നല്ലൊരു സ്കോറിംഗിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ 5 തൊട്ട് 10 വരെയുള്ള നമ്മളുടെ ആദ്യം ബയോളജി കൺസേൺഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതൊക്കെ ചോദ്യമാകാൻ സാധ്യതയുള്ള SCERT കണ്ടക്റ്റുകളാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ചോദിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഫാക്ച്വൽ ആയിട്ടും എങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ചോദിക്കാം. നമ്മളുടെ PSC ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ നിങ്ങൾക്ക് അത് ഈ ഒരു നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളും ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ബേസിക്കലി സിലബസ് ബേസ്ഡ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ എന്തായാലും പഠിക്കും നോർമലി. പക്ഷേ നമ്മൾ അധികം നോക്കാത്ത ഏരിയാസിലെ നമ്മൾ അപ്പോൾ പറഞ്ഞ് അടുത്തൊരു സ്റ്റേജസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ചെയ്യേണ്ടത് അതല്ലേ എന്ന് എനിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിനെ മാത്രം പിക്ക് ഔട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അത് തന്നെ 100-ൽ കൂടുതൽ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് പഠിക്കുന്നതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കംപ്ലീറ്റ് ഇതിന്റെയൊക്കെ ക്ലാസ് വിത്ത് ഡീറ്റെയിൽ ഫാക്ട്സ് ഞാൻ എടുക്കുന്നുണ്ട്. SCERT ആണെങ്കിലും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് നമ്മുടെ ഓരോ സിലബസ് ബേസ്ഡ് ആയിട്ടും പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്യാപ്സ്യൂൾ നോട്ട്, മന്ത്ലി നോട്ട്സ് പോലെ, അതുപോലെ NCERTയുടെയും ചില സ്പെഷ്യൽ സെലക്ടഡ് ആയിട്ടുള്ള ഫിൽറ്റർ ചെയ്തിട്ടുള്ള കുറച്ച് നോട്ട്സും ഇനി LGS മെയിൻസ് കോഴ്സിലേക്കാണെങ്കിലും VFA കോഴ്സിലേക്കാണെങ്കിലും ജോയിൻ ചെയ്യുന്നവർക്ക് ആപ്ലിക്കബിൾ ആകുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെയിൻ ദേശത്തിലേക്ക് കിടക്കാം. ഇത് കൃത്യമായി കേൾക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതൊരു റിവിഷൻ ആയിട്ട് നിങ്ങൾ കണക്കിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നോർമലി പഠിക്കുന്ന മെയിൻ കാര്യങ്ങളല്ല, പകരം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം ഈ ഫാക്ട്സ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഏത് വർണ്ണകമാണ്? ക്ലോറോഫിലാണ്. അതുപോലെ പല നിറങ്ങൾ നൽകുന്ന ചില വർണ്ണകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോഡ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ എന്റേതായ രീതിയിലുള്ളത് പറയാം. ചുവപ്പ് നൽകുന്നത് ആന്തോസയാനിനാണ്, ചുവ. ഓറഞ്ച് നൽകുന്നത് കരോട്ടിനാണ്, ഒക്ക. മഞ്ഞ നൽകുന്നത് സാന്തോഫിലാണ്, മസ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് ഞാൻ പറഞ്ഞോളൂ കേട്ടോ. രണ്ടാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ പല ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് പഠിക്കുന്നുണ്ട്. മ്യൂച്വലിസം, കമൻസലിസം, പ്രഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന രീതിയിൽ ആതിഥേയ സസ്യത്തിന് യാതൊരു തരത്തിലുള്ള ദോഷവും വരുത്താതെ ജീവിക്കുന്ന ചില സസ്യങ്ങളുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില സസ്യങ്ങളുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് മരവാഴ എന്ന് പറയുന്നത്. മരവാഴ എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, താഴെ തന്നിട്ടുള്ളവയിൽ എപ്പിഫൈറ്റ് വിഭാഗത്തിൽ പെടുന്നത് ഏത്? അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇത്തിൽ കണ്ണി തരാം, മരവാഴ തരാം, മൂടില്ലാത്ത ആളി തരാം. ഓക്കെ, അത് ഇന്ററാക്ഷൻസിന്റെ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാണ്. സോ ഇത് മരവാഴയെ സംബന്ധിച്ച ഒരു ഫാക്ട് ആണ്. ദെൻ 3, ഇതും ഇന്ററാക്ഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ പറയുന്നതാണ്. നിങ്ങൾക്കറിയാം ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. ഇത്തിൽ കണ്ണി എന്താ പരിപാടി ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ആ ഹോസ്റ്റ് സസ്യത്തെ അല്ലെങ്കിൽ ആ സസ്യത്തെ, അത് ഏത് സസ്യത്തെയാണ് ആശ്രയിക്കുന്നത് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അതിന്റെ ന്യൂട്രിയൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇത് പക്ഷേ പെടുന്നത് സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്, അർദ്ധപരാതങ്ങൾ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് 4-മത്തെ ഒരു ഫാക്ട് എന്താണ്? ഈ പറയുന്ന സെമി പാരസൈറ്റ്സ് പോലെ ടോട്ടൽ പാരസൈറ്റ്, കംപ്ലീറ്റ് പാരസൈറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളാണ് മൂടില്ലാത്ത ആളി. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളി ടോട്ടൽ പാരസൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവയ്ക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നത് മറ്റേ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞെങ്കിലും അവിടെ കൂടുതലും ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ജലവും ലവണവും ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ജലവും ലവണവും വലിച്ചെടുത്ത് ചെയ്യുന്നതാണ് ആര്? നമ്മളുടെ ഇത്തിൽ കണ്ണി. എങ്കിൽ ഇവിടെ മൂടില്ലാത്ത ആളി കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പോഷക ഘടകങ്ങൾ തന്നെ വലിച്ചെടുത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇതൊരു ടോട്ടൽ പാരസൈറ്റ് ആണ്. ഇനി 5-മത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം,
ഇത് ആക്ച്വലി നിങ്ങൾക്ക് കെമിസ്ട്രിയിലും ആയിട്ട് പറയാട്ടോ, കെമിസ്ട്രി ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും ഒന്ന് മനസ്സിലാക്കാം. വേപ്പറൈസേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷനാണത്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്നാണ് പറയുന്നത്. വേപ്പറൈസേഷൻ ഒരു കംപ്ലീറ്റ് ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഓക്കെ, എന്താണ് എന്നുള്ളത്? ഒരു ലിക്വിഡിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ നമുക്ക് ബാഷ്പീകരണം എന്ന് പറയാം. ചൂടാകുമ്പോൾ എപ്പോഴും ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ താപനിലയിലും ബാഷ്പീകരണം സംഭവിക്കുന്നു. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടുത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അതായത് എല്ലാ ടെമ്പറേച്ചേഴ്സിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ജലമാണ്. ഇത് ഒരു ഫാക്ട് ആണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് താപനിലയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോർമൽ ആയിട്ടൊരു വെള്ളം അടച്ചു വെച്ച ഒരു കണ്ടെയ്നറിന്റെ അടപ്പ് ലിഡ് കുറച്ച് കഴിഞ്ഞ് പൊക്കി നോക്കി കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിലും വേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ വേപ്പറൈസേഷൻ എപ്പോഴും എല്ലാ ടെമ്പറേച്ചേഴ്സിലും നടക്കും. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇതാണ്, വിത്ത് മുളയ്ക്കാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ? ചിലപ്പോൾ ഒരു ചോദ്യമായാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതായത് വിത്ത് മുളയ്ക്കാൻ, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ജലം എന്തായാലും വേണം, അത് നമുക്കറിയാം. പക്ഷേ മണ്ണ്, സൂര്യപ്രകാശം എന്നിവ വേണോ? വേണ്ട. നമ്മൾ പയർ മുളപ്പിക്കാറില്ലേ? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പയർ മുളപ്പിക്കാൻ വെള്ളത്തിന്റെ അംശം മാത്രം മതി. അവിടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ചെറുപയർ മുളപ്പിച്ച് കഴിക്കാറില്ലേ? അതിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം ജലം തന്നെയാണ്. ഓക്കെ, അതിൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. പക്ഷേ ജലത്തിന് പുറമെ വായുവും അനുയോജ്യമായ താപനിലയും എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് ചോദിച്ചാലോ? ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. A to K വരെയുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരാൾ ആരാന്നറിയോ? ഈ വിറ്റാമിൻ സി ആണ്. കാരണം പല്ല്, മോണ, ഈ മോണ വെച്ചിട്ടുള്ള കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട്. മോണയ്ക്ക് എന്തെങ്കിലും ഈ മോണയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൈറ്റമിൻ ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏതാണ് കൊടുത്തിട്ടുള്ളത്? വൈറ്റമിൻ സി ആണ്. ഇത് SERT കൊടുത്തിട്ടുള്ളതാണ്. ദെൻ വൺ മോർ തിങ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. അതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. 8ാമത്തെ ഒരു ഫാക്ട് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് റിക്കറ്റ്സ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ ആവശ്യം വേണ്ട ഒരു കൂട്ടം വൈറ്റമിനുകളാണ് ബി കോംപ്ലക്സുകൾ. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണുള്ളത്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും 8 എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയെല്ലാം ബി കോംപ്ലക്സ് അതിനെല്ലാം ആവശ്യമാണ്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലോ? അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇനി അടുത്തത് വേറൊന്നുമല്ല, കുഴിയാണ്. നിങ്ങൾ വീണ്ടും വിചാരിക്കും ഇതെന്തിനാ? ഒന്നുമല്ല, ഈ ആൻഡ് ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. എന്തിന്റെ ലാർവയാണ് ഈ പറയുന്ന കുഴിയാന എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലോ? ആൻഡ് ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ഫാക്ട് കലോറിയെ സംബന്ധിച്ച് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിന്റെ ഊർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന ഒരു യൂണിറ്റ് ആണ് കലോറി. ആൻഡ് നിങ്ങൾക്ക് ഫിസിക്സിലെ ആ കൺവേർഷൻസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നമുക്കറിയാം ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് ഇത്ര കലോറി വേണം, സ്ത്രീക്ക് ഇത്ര കലോറി വേണം. അത് ടെക്സ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി വെച്ചേക്കുക. ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ആവശ്യമാണ് എങ്കിൽ സ്ത്രീകൾക്ക് 1600 തൊട്ട് 2000 കലോറിയാണ്. ആൻഡ് കുട്ടിക്ക്, ഒരു മുതിർന്ന കുട്ടിക്ക് 1200 മുതൽ 1400 കലോറി വരെയാണ്. അപ്പോൾ നമ്മുടെ PSC ആണ്, ഇതൊക്കെ ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നമുക്കറിയാം നമ്മളെ സന്ധികൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാക്ചറിനെ കുറിച്ച് ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം, ഫ്രാക്ചർ എന്നാണ് പറയാം. അത് 3 തരത്തിലുണ്ടാകാം. ആ 3 തരത്തിൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കംപ്ലീറ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഡെഫിനേഷനാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നോക്കി, എന്താണ് ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്? അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്താൽ അത് സിമ്പിൾ ഫ്രാക്ചർ ആണ്. എന്നാൽ അസ്ഥി പൊട്ടിയിട്ട് മാംസപേശികൾ തുളച്ചു കയറിയാൽ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലേ? പക്ഷെ നമ്മൾ കൊടുക്കുന്ന പേര് വിഷമഭംഗം. നമുക്കറിയാം അസ്ഥി പൊട്ടി മാംസപേശികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും തോന്നുക. അപ്പൊ കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്. എന്നാൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമെ മുറിവുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? കോമ്പൗണ്ട് ഫ്രാക്ചർ. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന കോമ്പൗണ്ട് ഫ്രാക്ചർ ആണെങ്കിലാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. നമ്മളെപ്പോഴും പറയില്ലേ, പുറമേ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് എപ്പോഴും ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുമ്പോഴാണ്. അതാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇത് 3 നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കി വെച്ചോളൂ, ചോദിക്കും. അടുത്തത് നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താണ്? 1665 റോബർട്ട് ഹൂക്കാണ് കോശം കണ്ടെത്തിയത്. കുറേ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ റോബർട്ട് ഹൂക്കിനെ സംബന്ധിച്ച്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനൊക്കെ വേറെയാണ്, അത് വഴിയെ നമ്മൾ കാണും. അപ്പോൾ റോബർട്ട് ഹൂക്കാണ് കോശം കണ്ടുപിടിച്ചത്. സെല്ല എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ചെറിയ മുറി എന്നർത്ഥം വരുന്ന ആ ഒരു പദത്തിൽ നിന്നാണ് സെൽ എന്ന് പറയുന്ന ഒരു പേര് വന്നത് കേട്ടോ. അപ്പൊ ചെറിയ മുറി എന്നാണ് ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അദ്ദേഹം എന്തിന്റെയാണ് ഇതേപോലെ ചെറിയ ഒരു ഭാഗം നിരീക്ഷിച്ച സെല്ലാണെന്ന് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്ക് മരത്തിൽ നിന്നെടുത്ത കോർക്കിന്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അങ്ങനെയാണ് കുറച്ച് ഭാഗങ്ങൾ, ചെറിയ അറകൾ പോലത്തത് കണ്ടതും അദ്ദേഹം സെല്ല എന്ന് വിളിച്ചത്. ഓക്കെ, ദെൻ നിങ്ങൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് എന്താ?
യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികൾ. നിങ്ങൾക്കറിയാം ഒരു കോശം മാത്രമുള്ള ജീവികളാണ് എന്ത് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്കവയെ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണമാണ് അമീബ. നിങ്ങളോട് താഴെ തന്നിട്ടുള്ളവയിൽ ഏകകോശ ജീവി, ബഹുകോശ ജീവിയൊക്കെ ചോദിക്കാം. അപ്പൊ അമീബ ഒരു ഏകകോശ ജീവിയാണ്. അപ്പൊ വേറെയും നിങ്ങൾക്ക് ഏകകോശ ജീവികൾ പറയാൻ പറ്റും. പാരമീസിയം, ഈസ്റ്റ്, ഈകോളി, യുഗ്ലീന എന്നൊക്കെ പറയുന്നത് എന്താണ് ഏകകോശ ജീവികളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഫാക്ട് കൊളസ്ട്രോളിനെ സംബന്ധിച്ചിട്ടാണ്. ഇത് നമ്മൾ പഠിക്കുന്നതാണ്, എന്നിരുന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. കൊളസ്ട്രോൾ നമുക്കറിയാം 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഒരു ഡെസിലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മില്ലിലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 200 മില്ലിഗ്രാം പെർ 100 മില്ലിലിറ്റർ എന്ന് തരാം. അപ്പോൾ 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെയുള്ളതാണ് ശരിയായ ഒരു അവസ്ഥ ഒരാളുടെ കൊളസ്ട്രോളിന്റെ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ കൊളസ്ട്രോളിൽ തന്നെ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോൾ ഓക്കെ അത് രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കി ഹൃദയാഘാതത്തിന് വരെ വഴിവെക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് കരളിനെയും ദോഷകരമായി ബാധിക്കും. എന്നാൽ നല്ല കൊളസ്ട്രോൾ എന്താണ്? അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ചീത്ത, നല്ലതെന്നാണ് പറയുന്നത്? കൊളസ്ട്രോളിലെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് HDL ആണ്. എന്താ HDLന്റെ ഫുൾ ഫോം? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയിട്ടുള്ള ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. അതേസമയം LDL എന്ന് പറയുന്നത് എന്താണ്? അത് ചീത്ത കൊളസ്ട്രോൾ ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നെക്സ്റ്റ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻസുലിനെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം ഇൻസുലിൻ എപ്പോഴും ചോദിക്കാനുള്ള ഒരു സംഭവം തന്നെയാണ്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കിയേ. ഫ്രെഡറിക് ബാന്തിങ്, ജോൺ മക്ലോയിഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ചിലപ്പോൾ ഇത് ചോദ്യമാകാം, ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത് ആരാണെന്ന്. ആരൊക്കെയാണ്? ഫ്രെഡറിക് ബാന്തിങ്, ജോൺ മക്ലോയിഡ്. ഓക്കെ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായ അത്രയും തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ ടൈപ്പ് 1 ആണ്. അത് കുട്ടികളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേറെ പേരൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സിംറ്റംസ് എങ്ങനെയൊക്കെ എന്തൊക്കെ എന്നുള്ളത് ഇത് ജസ്റ്റ് റിവിഷൻ ആണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ഫാക്ട്സ് നിയർ ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, പക്ഷെ ഇതൊക്കെ ചോദ്യമാകാം കേട്ടോ. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നതിന്റെ വ്യത്യാസം എന്താ? ഇത് ചോദിച്ചിട്ടുണ്ട്, LDC ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള സംഭവമാണത്. ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2. ഇപ്പൊ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം നിങ്ങൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് മനസ്സിലാക്കണം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ ഡ്യൂ ടു എന്താണ്? കോശമില്ലാത്ത, കോശം നശിച്ചുകൊണ്ട്, അത് ടൈപ്പ് 1. ഇനി ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ വേണ്ടത്ര അളവിൽ ഇല്ലാതെ വരിക, അത് ടൈപ്പ് 2. ഓക്കെ, നമ്മൾ യൂഷ്വലി പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അത് പ്രമേഹം എന്ന് പറയുന്ന പ്രമേഹം എന്ന് പറയുന്നത് ശരിയായ ജീവിതശൈലിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആകും. പക്ഷേ ടൈപ്പ് 1 എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഫാക്ട് ജീവാണുവളം. എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി, സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തി അങ്ങനെയുള്ളൊരു വളപ്രയോഗ രീതിയാണത്. സ്യൂഡോമോണാസ്, അസോസ്പൈറലം, ഓക്കെ, അസോസ്പൈറലം എന്നിവ ജീവാണു വളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ ബയോ റെമഡിയേഷൻ, ഓർഗാനോയിഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ചോദിച്ചത്. അതുപോലത്തെ സംഭവങ്ങളാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് എഗൈൻ നമ്മൾ സ്റ്റൊമാറ്റോ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്, സസ്യങ്ങളുടെ ശ്വസനം അല്ലെ. അപ്പോൾ ഈ പറയുന്ന ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമാറ്റ അഥവാ ആസ്യര്യന്ത്രങ്ങൾ അങ്ങനെയും തരാട്ടോ. അതുവഴിയാണ് വാതക വിനിമയം നടക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു എന്നുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ഹൃദയം മാറ്റിവെക്കാം. ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ചത് ആരാണ്? ഹൃദയം എടുത്ത് രോഗിയിൽ വച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തുന്നത്. നെക്സ്റ്റ് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് വെള്ളം സർവത്ര. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 97% എവിടെയാണുള്ളത്? ഉപ്പ് ജലമായിട്ട്, അതായത് സമുദ്രജലമാണ്. എന്നാൽ വെറും 3% മാത്രമേ ഉള്ളൂ എന്ത്? ശുദ്ധജലം. ആ 3% ശുദ്ധജലത്തിന്റെ, അതായത് ഉപ്പില്ലാത്ത ജലത്തിന്റെ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ 3%ത്തിലാണ് നമ്മൾ പറയുന്നത് എന്ത്? 69% ഈ പറയുന്ന മഞ്ഞുപാളികളിലായിട്ടാണ് എന്നുള്ളത്. ഇതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി 30% എന്താണ്? 30% ഭൂഗർഭജലമാണ്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്. ആ പറയുന്ന ആകെ ശുദ്ധജലത്തിന്റെ 0.3% മാത്രമേ നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉള്ളൂ. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 0.3% എവിടെയുണ്ട്? നദികളിലും കായലുകളിലും ഉണ്ട്. ഈ ഒരു ശതമാനക്കണക്ക് ഒന്ന് നിരീക്ഷിച്ചു വെച്ചോളൂ, ചോദിക്കാൻ സാധ്യതയും. ദെൻ ഒബ്വിയസ്ലി ഇത് ചോദിക്കാനുള്ളതാണ്, നിങ്ങൾക്കറിയാം. ജലാശയങ്ങളിലും ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് ഇടയാക്കുന്ന ഒരു സംഭവമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് സംഭവിക്കാം. ഇങ്ങനെ ഒഴുകിയെത്തുന്ന എക്സ്ട്രാ ഉള്ള ന്യൂട്രിയൻസ് എന്ത് ചെയ്യും? ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകും. ഇത് ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജന്റെ ഡിമാൻഡ് കൂട്ടും അല്ലെ. അത്രയും ഓക്സിജന്റെ ഡിമാൻഡ് BOD എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ BOD ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഈ പറയുന്ന ഓക്സിജൻ ഈ സസ്യങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ബാക്കിയുള്ള ജന്തുജാലങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഓക്സിജൻ ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ ജലാശയത്തിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥ തകിടം പറയുന്ന ഒരു അവസ്ഥയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ പറയുന്ന മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നുള്ളതാണ്. അതിൽ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, ജൈവവാതക നിർമ്മാണം. ഇതിൽ വായു സമ്പർക്ക കമ്പോസ്റ്റിംഗിൽ ഒബ്വിയസ്ലി വായുവിന്റെ ഒരു ഇതുണ്ട്. ഓക്കെ, പല തട്ടുകളിലായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ബയോ കമ്പോസ്റ്റർ ബിന്നാണിത്. ഇതിൽ നടക്കുന്നത് വായു സമ്പർക്കമായിട്ടുള്ള കമ്പോസ്റ്റിംഗ് ആണ്. ഓക്കെ, അതാണ് അവിടെ ഉള്ളത്. ഇനി
ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ പക്ഷേ ഓക്സിജന്റെ അഭാവത്തിലാണ് മാലിന്യങ്ങളെ സംസ്കരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും കൊടുത്തത്. ഓക്കെ, ഒന്ന് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ട്, മറ്റേതിലില്ല. അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ അഥവാ ഇൻഹലേഷൻ എക്സ്ഹലേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസവും നിശ്വാസവും. നമ്മൾ ശ്വാസം ഇൻടേക്ക് ചെയ്യുന്നു ആൻഡ് എന്ത് ചെയ്യുന്നു, എക്സ്ഹേൽ ചെയ്യുന്നു. ഈ പറയുന്ന സമയത്ത് പല വാതകങ്ങളുടെയും അളവ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചിട്ടുള്ള ഒരു ടേബിളാണിത്. ഇതൊന്ന് നോക്കിയേ. നമ്മൾ ഉച്ഛ്വാസവായുവിൽ സ്വാഭാവികമായിട്ട് ഓക്സിജൻ അത്യാവശ്യമുണ്ട്. അതിന്റെ ശതമാനവും കൂടുതലാണ്, 21 ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും അധികം ഉണ്ടാവില്ലല്ലോ, ഇല്ല, 0.04 ആണ്. ബട്ട് നൈട്രജനും ജലബാഷ്പവും ഇത്രയുണ്ട്. അതേസമയം നമ്മൾ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് ഇത്രയാണ്, 15 കാർബൺ ഡൈ ഓക്സൈഡ് 4, നൈട്രജൻ ജലബാഷ്പം ഇങ്ങനെ. ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങളോട് ഇത് കൂടുതലാണ്, ഇന്ന വാതകം കൂടുതലാണ് എന്നുള്ള രീതിയിൽ വല്ലതും ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൃദയ അറകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഹൃദയത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ CRTയുടെ ആ ഒരു ബാച്ചിൽ എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്. ഫിലിംസിനാണെങ്കിലും VFX ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും മറക്കില്ല ഹൃദയത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. കാരണം അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള മേഖലകളാണ്. അപ്പോൾ നോക്കി, ഇവിടെ കുറച്ച് ജീവികളുടെ തന്നിട്ടുണ്ട്. ഹൃദയ അറകളുടെ എണ്ണം എപ്പോഴും ചോദിക്കാനുള്ളതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ ഹൃദയ അറകളുള്ളത് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്, പാറ്റയ്ക്ക് 13 അറകളാണ്, മത്സ്യത്തിന് 2, ഫ്രോഗിന് 3 ആൻഡ് കോഴിക്ക് 4 അറകളുമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് വേറെ ഒന്നുമല്ല, പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. കാർബൺ മോണോക്സൈഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ശ്വസിച്ചാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ്, കൂടിയ അളവിൽ ശ്വസിച്ചാൽ മരണം വരെ സംഭവിക്കാം. ദെൻ സൾഫർ ഡയോക്സൈഡും ഉണ്ടാകാറുണ്ട്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ എന്നുള്ള രീതിയിൽ ചോദിക്കാം. സൾഫർ ഡയോക്സൈഡും വരാം, അതും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ദെൻ നൈട്രജൻ ഡയോക്സൈഡ് അതും വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ അതും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ്. പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്ന് പറയുന്ന പെർട്ടിക്കുലേറ്റ് മാറ്റർ, വളരെയധികം സൈസ് കുറഞ്ഞ മാറ്റേഴ്സ് ഉണ്ട്. അത് അലർജി, ആസ്മ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആൻഡ് വൺ മോർ തിങ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡയോക്സിൻ എന്ന് പറയുന്ന ഒരു വാതകവും കൂടെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ ഉള്ളൊരു സംഭവമാണ്. തൈറോയിഡുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കാട്ടോ, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു വിഷവാതകം ഏതാണെന്നൊക്കെ വല്ല ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. നെക്സ്റ്റ് ശാസ്ത്രജ്ഞരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വേറെ ഒന്നുമല്ല, നോക്കി, ഓരോ ഇതും ചോദിക്കാറുണ്ട് ജോഡികളായിട്ടൊക്കെ. അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ, അല്ലാത്തവ എന്നിങ്ങനെ ഒരു തരംതിരിവൊക്കെ കൊടുത്തത്. ആൻഡ് തിയോഫ്രാസ്റ്റസ് ആണ് സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെയൊക്കെ വർഗീകരിച്ചത്. ആൻഡ് ഇവിടെ ജോൺ റേ, അദ്ദേഹമാണ് 17ാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചത്. ചിലപ്പോൾ ചോദിക്കാട്ടോ, അത് ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ച്. അതുപോലെ തന്നെ സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. ആൻഡ് 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹെക്കൽ ആണ് ജീവികളെ അനിമലിയ, പ്ലാന്റ്, പ്രൂട്ടിസ്റ്റ എന്നീ 3 കിങ്ഡങ്ങളാക്കിയിട്ടുള്ള ഒരു വർഗീകരണം കൊണ്ടുവന്നത്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? ഏണസ്റ്റ് ഹെക്കൽ ആണ്. ആൻഡ് ഇവിടെ ഒരാളുടെയും കൂടി ഉണ്ട്, കാൾ ലിനേയസ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാൾ ലിനേയസ്, അദ്ദേഹമാണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ച് ഈ പറയുന്ന ടാക്സോണമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. ദെൻ ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ ആരോഗ്യം, രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മാണു സമൂഹങ്ങളെ പറ്റി പഠിക്കാൻ 2007 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ചൊരു ഗവേഷണ സംരംഭമാണ് ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും വസിക്കുന്ന ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്നതാണ് ഹ്യൂമൻ മൈക്രോബയോം. ആരോഗ്യം നിലനിർത്തുന്നതിൽ, അതുപോലെ ദഹനം, പ്രതിരോധശേഷി, മാനസികാവസ്ഥ എന്നിവയെ സ്വാധീനിക്കുന്നതിലുമൊക്കെ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ഈ പറയുന്ന രീതിയിൽ ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി എന്താണെന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്കറിയാം എന്താണ് ലൈക്കൻസ്, അതായത് ചില ആൽഗകളോ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിലോ വസിക്കുന്ന ഒരു സംഭവമാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഫംഗസ് എന്ത് ചെയ്യുന്നു? ഈ ലൈക്കൻ എന്ന് പറയുന്ന സംഭവത്തിന് എന്താണ് ആക്ച്വലി അതൊരു എന്താ പറയാ, ഒരു സെറ്റപ്പ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ലൈക്കൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ തന്നെയാണത്. അവിടെ ഒരു എന്ത് ചെയ്യുന്നു, ചില ആൽഗേസ് അല്ലെങ്കിൽ ചില സൈനോ ബാക്ടീരിയകൾ, അതൊക്കെ ചില ഇനം ഫംഗസുകൾക്കിടയിൽ ഫംഗസുമായിട്ടുള്ള ഒരു ബോണ്ടാണ് ഇവർ തമ്മിൽ. ഓക്കെ, അപ്പൊ ഫംഗസ് എന്ത് ചെയ്യും? ഈ പറയുന്ന ആൽഗേനെയും അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ പോലത്തെ സംഭവത്തിന് ഒരു ഘടനയും സംരക്ഷണവും ഒക്കെ നൽകുമ്പോൾ ആൽഗയും സൈനോ ബാക്ടീരിയയും തിരിച്ചെന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിലൂടെ അവയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കും. സോ ഫംഗസ് ആൽഗെ അല്ലെങ്കിൽ ഫംഗസ് സൈനോ ബാക്ടീരിയ ചേർന്നിട്ടുള്ള ഒരു സഹജീവനമാണ്, ഒരു ഇന്ററാക്ഷൻ ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. ആൻഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സും കൂടിയാണ് ലൈക്കൻസ്, നിങ്ങൾക്ക് അത് അറിയാലോ. സോ ഈ ഒരു ഇന്ററാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സംഭവം. ഇത് ഓരോ തലത്തിലുമുള്ള വൈവിധ്യത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. ആവാസ വ്യവസ്ഥാ വൈവിധ്യം, ജീവജാതി വൈവിധ്യം, അതുപോലെ ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെ വൈവിധ്യം വന്നാൽ അത് എന്താണ്? ആവാസ വ്യവസ്ഥാ വൈവിധ്യമായി. സ്പീഷീസ് തലത്തിലാണ് ഒരു ഡൈവേഴ്സിറ്റി കാണുന്നത് എങ്കിൽ അത് ജീവജാതി വൈവിധ്യമാണ്. എന്നാൽ ഒരു സ്പീഷീസിൽ തന്നെ വൈവിധ്യം വന്നാൽ അത് ജനിതക വൈവിധ്യമാണ്, ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ,
അപ്പോൾ ആദ്യം നിങ്ങൾ കാണുന്നത് ഇന്ത്യയിൽ 50,000-ലധികം അരി ഇനങ്ങളും 1000-ലധികം മാവിനങ്ങളും ഉണ്ട്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഡൈവേഴ്സിറ്റി ആണെന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ്? അത് ജനിതക വൈവിധ്യമാണ്. കാരണം എന്താണെന്നറിയോ? ജനിതകം എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. അതായത് പല ടൈപ്പ് ഓഫ് സ്പീഷീസ്, ഒരു സ്പീഷീസിൽ തന്നെ പല ടൈപ്പ് അരി തന്നെ പല ഇനം അരികളുണ്ട് അല്ലെ, മാവ് തന്നെ പല ഇനം മാവുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഒരു വനത്തിൽ ആനകൾ, കുരങ്ങുകൾ, പക്ഷികൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, അതായത് പല ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്പീഷീസ് തലത്തിലെ ജീവജാതി വൈവിധ്യമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതോ ഒരു ഗ്രാമത്തിലെ വയല്, തെങ്ങിൻ തോപ്പ്, കുന്ന്, കുളം, ചതുപ്പ് നിലം, ഇതൊക്കെ പല ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം അല്ലേ, അപ്പൊ പല ടൈപ്പ് ഓഫ് ആവാസ വ്യവസ്ഥാ വൈവിധ്യമാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ, ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇവിടെ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ പറയാണ്. എന്താണ് ജൈവ വൈവിധ്യം? ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവും ചേർന്നതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ഇനി ഇതിനടുത്ത് തന്നെ മറ്റൊരു ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? സത്യഭാമ ദാസ് ബിജു. ചിലപ്പോൾ ചോദിക്കാട്ടോ, സത്യഭാമ ദാസ് ബിജുവിനെയാണ് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, എന്താണ്? മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. SCERT ടെക്സ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് കുറേയധികം ഡേറ്റ്സ് തന്നിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കും. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. കുറേയൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഹെക്ലാന്ന് കണ്ട പോലെ തന്നെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് കാൾ വോവ്സ് ആണ്. കാൾ വോവ്സ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നീ 2 വിഭാഗങ്ങളായി കിങ്ഡം മുനീറയെ വിഭജിച്ചത് ആധുനിക ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിലും 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് അടുത്തത് പാതാളത്തവള, പേർപ്പിൾ ഫ്രോഗ്. ഇത് മണ്ണിനടിയിൽ ജീവിക്കുന്ന പാതാളത്തവള. വർഷത്തിൽ ഒരിക്കലേ ഇത് ഇന്ത്യയിൽ പുറത്തു വരുള്ളൂ. ഇത് ഇണ ചേർന്നതിന് ശേഷം മുട്ടകളിട്ട് അവ തിരികെ മടങ്ങുന്നു. അപ്പോൾ ദിനോസറുകളുടെ കാലത്ത് തന്നെ ഇവ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. പരിണാമപരമായിട്ട് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാത്ത ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ ചോദിക്കാം. ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്? പാതാളത്തവളേനെയാണ്. അടുത്തത് റെഡ് ഡാറ്റ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, പ്രസിദ്ധീകരിക്കുന്ന ഒരു രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. ഇവിടെ കുറച്ച് സംഭവത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഗംഗാസ്രാവ്, മലബാർ സിവറ്റ് ക്യാറ്റ്, അതുപോലെ തന്നെ കാശ്മീർ ടാഗ്, രാമേശ്വരം പാരച്യൂട്ട് ചിലന്തി, ഇവയൊക്കെ ചില റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ജീവിവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അടുത്തത് ഒരു പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ BMC എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതത് പ്രദേശത്തെ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ചുമതല. BMCയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ അഥവാ PBR തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ തുടങ്ങിയ ജൈവ വിഭവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ, അവയുടെ ലഭ്യത, സവിശേഷതകൾ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് സസ്യപോഷകങ്ങൾ എന്നുള്ളതാണ്. ഇത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഓക്കെ, ഈ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയൊക്കെ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. സസ്യങ്ങൾക്ക് അതൊക്കെ വേണം. അപ്പോൾ അതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി. അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാക്രോ ന്യൂട്രിയൻസിലും മൈക്രോ ന്യൂട്രിയൻസിലും വരുന്ന എലമെന്റ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാണ് ഇത് കാണിച്ചത്. ഓക്കെ, അടുത്തത് ഇത് ആക്ച്വലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു പ്രിലിംസ് ലെവലിൽ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ ഞാൻ ടെസ്റ്റ് സീരീസിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്. മിയോസിസ്, മൈറ്റോസിസ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഉണ്ട്. ക്രമഭംഗം, ഊനഭംഗം. അതിൽ ക്രമഭംഗം എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. ആ മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു സെൽ ഡിവിഷൻ കൊണ്ടുണ്ടാവുന്നത് ശരീര വളർച്ച, കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുക എന്നിവയൊക്കെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ് മൈറ്റോസിസ്. ഓക്കെ, അതുവഴി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിൽ ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉണ്ടാകില്ല. ഓക്കെ, ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉണ്ടാവില്ല, 2 ഡോട്ടർ സെൽസേ ഉണ്ടാവുള്ളൂ. അതേസമയം മിയോസിസിലേക്ക് വരുമ്പോൾ, ഊനഭംഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ആക്ച്വലി റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്രോമസോം നമ്പറിൽ വ്യത്യാസം വരും. 4 ഡോട്ടർ സെൽസ് ആയിരിക്കും, പുത്രികാ കോശങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ലിംഗകോശങ്ങൾ രൂപപ്പെടുന്നത് എന്താണ്? ഈ പറയുന്ന ക്രമഭംഗം വഴിയാണ് എങ്കിൽ അത് ശരിയാവോ? ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്ന ലിംഗകോശങ്ങളിൽ ബേസിക്കലി ഊനഭംഗമാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനിതക മോഡിഫിക്കേഷൻ നടത്തിയ അല്ലെങ്കിൽ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിനെ കുറിച്ച്. അതായത് ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകൾക്ക് പുതിയ സ്വഭാവ സവിശേഷതകൾ കൂട്ടിച്ചേർത്ത അങ്ങനെ മോഡിഫൈ ചെയ്ത ക്രോപ്സ് ആയിരിക്കും അത്. അപ്പോൾ
കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, അതുപോലെ കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയ നെല്ലിനങ്ങളൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ നോക്കാം. മാതൃസസ്യത്തിൽ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഓക്കെ, സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് തൈച്ചെടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് കൊണ്ടുവന്നത്. ഓക്കെ, സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്ന് ടിഷ്യൂസിനെ ഇങ്ങനെ വേർതിരിച്ച് പ്രത്യേകമായിട്ടുള്ളൊരു ഇങ്ങനെയുള്ളൊരു പോഷക മാധ്യമത്തിൽ ഇട്ട് വളർത്തുകയാണ്. അങ്ങനെയാണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം ആണ് പറയുന്നത്. അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ രണ്ടെണ്ണം ഒന്ന് ശ്രദ്ധിക്കാം, വിക്ക് ഇറിഗേഷനും മൾച്ചിങ്ങും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ ഫോക്കസ് ചെയ്യാൻ. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന ഒരു രീതിയാണ് വിക്ക് ഇറിഗേഷൻ. ഓക്കെ, തിരനന എന്ന് പറയുന്നത് തിരനന. ഓക്കെ, തിരനന എന്ന് പറയുന്നത് തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രം ആവശ്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ് തിരനന, വിക്ക് ഇറിഗേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്കുള്ള ജലം നേരിട്ടെത്തിക്കുന്നതാണത്. ഇനി അടുത്തൊരെണ്ണമുണ്ട് പുതയിടൽ, മൾച്ചിങ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണിത്. ഓക്കെ, കളകള്, വീഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതിരിക്കാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കാനും ഒക്കെ നൽകുന്ന അല്ലെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്നതാണ് മൾച്ചിങ്. ഇതൊരു ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് സ്മാർട്ട് ഫാമിംഗ്. സ്മാർട്ട് ഫാമിംഗിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ആണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം. ഇപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന സെൻസറുകളുടെ സഹായത്താൽ നമുക്ക് ജലനഷ്ടം, ഫലഭൂയിഷ്ഠത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇന്റർനെറ്റ് ഉണ്ടല്ലോ. പിന്നെ AI എന്ന് പറയുന്നതും ഇതുപോലെ എന്താണ് പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതാണ്. പക്ഷേ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ്, ഫാമിംഗ് മെത്തേഡ്സ് ആണ്. ഒരു പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് ഹൈഡ്രോപോണിക്സ്. എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക്, ഓക്കെ, വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് എയറോപോണിക്സ്. ഇതും ശ്രദ്ധിക്കണം. അടുത്തത് പ്രോകാരിയോട്ട്, യൂകാരിയോട്ട് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഡിഫറൻഷിയേഷൻ ആണ്. ഇത് ഞാൻ വ്യക്തമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് കോശാംഗങ്ങൾക്ക്, സെൽ ഓർഗനൽസിന് സ്ഥരാവരണമില്ല, മർമ്മമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, മർമ്മമില്ല, കോശാംഗങ്ങൾ അധികം ഉണ്ടാവില്ല. അതേസമയം യൂകാരിയോട്ടിക്കിന് നമ്മുടെ മനുഷ്യന്റെയൊക്കെ സെൽ അല്ലെങ്കിൽ ഹ്യൂമൻ സെൽ അല്ലെങ്കിൽ ജന്തുകോശങ്ങൾ പൊതുവെ യൂകാരിയോട്ടിക് ആണ്. കൂടുതൽ കോശാംഗങ്ങൾ ഉണ്ടാവും, വളരെയധികം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ പ്രോകാരിയോട്ടിക്കിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ, അതുപോലെ തന്നെ ആർക്കി, ഓക്കെ, ആർക്കിയ എന്നൊക്കെ പറയാം. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, കുറച്ചധികം എക്സാമ്പിൾസ് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, കാരണം അതാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അടുത്തത് ഈ പറയുന്ന ഭൗമസൂചിക പദവി ലഭിച്ച കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. ഒന്ന് നോക്കി, പാലക്കാടൻ മട്ടേരി, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില, ഇതൊക്കെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ഇതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ഇത്രയും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതെങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. ഇതിന്റെ ബാക്കി ഞാൻ ഉടനെ തന്നെ ഇടാം, പറ്റിയ നാളെ തന്നെ ഇടാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹെൽപ്ഫുൾ അല്ലേ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ളതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കംപ്ലീറ്റ് SCERT ക്ലാസ് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാംസിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് ടെസ്റ്റ് സീരീസ് ആൻഡ് വിത്ത് കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് വിത്ത് സം സ്പെഷ്യൽ NCERT സ്പെഷ്യൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ വൃന്ദാവൻ PSC വേൾഡ് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.